വാമപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വർക്ക്ഔട്ട് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഷെറീന് ചെയ്യണം നോക്കിട്ട് തന്നെ ഷെറീനക്ക് ചെയ്യാം. ഓക്കെ. വാമപ്പ് നന്നായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കാല് സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ നോർമൽ വർക്ക്ഔട്ട്സ് അല്ല. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബോഡി വാം ആവാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് ഒരു കൈ ഇടുപ്പിൽ വെക്കുക, മറ്റേ കൈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ 1 2 3 മുട്ട് മടക്കരുത്, മെല്ലെ ചെയ്യും, സ്പീഡ് വേണ്ട. 4 5 6 7 8 9 10. ചേഞ്ച്. ഇടത് ഭാഗം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഒന്ന് ചെയ്യും. ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ചെയ്യണ്ട, വേണ്ട, അത് വിട്ടേക്കും, വേണ്ട വേണ്ട. അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ടാ. ഈ കാലൊന്ന് വൈഡാക്കി വെക്കാം. അത് ചെയ്യുമ്പോ കുഴപ്പമില്ലല്ലോ. എന്നാ ചെയ്തോളൂ. 10 പ്രാവശ്യം റൈറ്റ്, 10 പ്രാവശ്യം ലെഫ്റ്റ് ചെയ്യും. കൈ മുകളിൽ വെച്ചിട്ട് കാല് തൊടാന്നോ? ഇവിടെ എങ്ങനെയാ? ആ 4 5 6 7 8 9 10. ഇടത് കാല് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. കാല് എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കാലിങ്ങനെ ഫ്രണ്ടിലേക്ക് ലിഫ്റ്റ് ചെയ്യാം, ഡൗൺ ചെയ്തിട്ട് സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. എനിക്ക് കാണാൻ പറ്റുന്നില്ല, ക്യാമറ താഴെ വെക്കാൻ പറ്റുമോ? ക്യാമറ താഴെ വെച്ചെങ്കിൽ നന്നായിരുന്നു. എങ്ങനെയാ മാം പറഞ്ഞില്ല, മനസ്സിലായില്ല. ക്യാമറ താഴെ വെക്കാൻ പറ്റുമോ? ക്യാമറ ആ ഓക്കെ, ഇപ്പൊ കാല് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാ ഫ്രണ്ടിലേക്ക്, എന്നിട്ട് ഡൗൺ ചെയ്യാ, സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഫോർവേഡ് ആൻഡ് സൈഡ്. അത് പുറകിലേക്കാണ് ഷെറീന ഇപ്പൊ ചെയ്തത്. ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാൻ നോക്കിയാ. ഫോർവേഡ് മുമ്പിലേക്ക്, കാല് താഴ്ത്തിയിട്ട് സൈഡിലേക്ക്, അങ്ങനെ, എന്നിട്ട് ഡൗൺ ചെയ്യാം. 1 കാല് താഴെ നിന്ന് തിരിക്കുക, സൈഡിലേക്ക് കാല് താഴ്ത്തും, മുമ്പിലേക്ക് പൊക്കിയിട്ട് കാല് താഴ്ത്തുക, എന്നിട്ട് സൈഡിലേക്ക് തിരിക്കുക, കാല് പൊക്കുക, താഴ്ത്തുക, മുമ്പിലേക്ക്, ഫോർവേഡ്, ഡൗൺ, സൈഡ്, അപ്പ് ആൻഡ് ഡൗൺ. 4 ഡൗൺ, കാല് സൈഡിലേക്ക് ആക്കുക, അപ്പ് ആൻഡ് ഡൗൺ. 5 ഡൗൺ, സൈഡ്, അപ്പ് ആൻഡ് ഡൗൺ. 6 ഡൗൺ, സൈഡിലേക്ക്, ഡൗൺ. 7 ഫോർവേഡ്, ഡൗൺ, കാല് താഴ്ത്തിയിട്ട് പിന്നെ സൈഡിലേക്ക് പൊക്കുക. 8 ഡൗൺ, സൈഡ്. 9 down, side, down. 10 side, relax. ഇത് തന്നെ മറ്റേ കാലിൽ ചെയ്യാം. അതന്നെ. റെഡി? 1 down, side, down. 2 down,
side, down. 3, side, 4, down, side, down. 5, down, 5, down. 6, down, 6, down. 7, 7, 8, side, 9, side, 10, side. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യൂ. കാലിങ്ങനെ പൊക്കിയിട്ട് അതിന് ഇങ്ങനെ തന്നെ തിരിക്കുക, താഴെ വെക്കണ്ട. മെല്ലെ ചെയ്താൽ മതി, സ്പീഡ് വേണ്ട. കാൽമുട്ട് ഇടുപ്പിന്റെ അത്ര ഹൈറ്റിലേക്ക് പൊക്കണം. എന്നിട്ട് മെല്ലെ സൈഡിലേക്ക് ഇങ്ങനെ 1. മറ്റേ കാല് ചെയ്യൂ ഇപ്പൊ ഷെറി. ഈ കാല് റൈറ്റിലേക്ക് ചെയ്യണമെങ്കിൽ കാല് ചെയർ ഇപ്പുറത്ത് വെക്കണം. ഓക്കെ, റെഡി. ഇപ്പൊ 1, കാല് ലിഫ്റ്റ് ചെയ്യുക സൈഡിലേക്ക്. 1, 2, 3. താഴെ വെക്കണ്ടല്ലോ. താഴെ വെക്കണ്ട കേട്ടോ. 4, 5, 6, 7, 8. Oh. 9, 10. ഓക്കെ, ഇനി മറ്റേ കാല്. റെഡി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിപ്പോ ഒരു സെറ്റാണ് ചെയ്തത്. 3 സെറ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ. ഓക്കെ, 3 സെറ്റ് ചെയ്യണമെങ്കിൽ വെരി ഗുഡ്. അതല്ല, ഇനി കാല് മാറ്റൂ. ഇനി വലത് കാല്, ഇടത് കാല് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് ഈ കാലിന് ബ്ലോക്ക് വന്നിരുന്നു, ഇടത് കാലിന്. ഇതിലേക്ക് വരുന്നില്ല അല്ലെ? ഈ കാലിന് ബ്ലോക്ക് വന്നതിന് ശേഷം ഈ കാലിന് അങ്ങനെ ഒരുപാട് നരമ്പുകൾ ക്ഷയിച്ചു പോയി എന്നാ പറഞ്ഞത് ഡോക്ടർ. പോയതൊന്നും തിരിച്ചു വരില്ല. ഈ കാലിന് കൂടുതൽ ബലം കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ കാലിന്റെ മുട്ടിന്റെ ഉള്ളിലാണ് എന്തോ പൊട്ടിയും പോയത്. പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നു. എനിക്ക് ഞാൻ പണിക്കർ ഡോക്ടറിട്ട് പോയിട്ട് കുറച്ച് ഫിസിയോതെറാപ്പികളൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പൊ മാമിന്റെ ചെയ്യലുണ്ട്. അങ്ങനെയൊക്കെ ആയി നോക്കുമ്പോൾ ഭയങ്കര കൂളാകുന്നുണ്ട് കാല്. എല്ലാം അത്യാവശ്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാണ്ട് കാര്യം നടന്നാൽ മതി. ഇനിയിപ്പോ ഇങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ 1, മെല്ലെ മെല്ലെ മെല്ലെ, സ്പീഡ് വേണ്ട കേട്ടോ. 2, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. അതേപോലെ ഓപ്പോസിറ്റ്. റെഡി. 1, 2, 3, 4, 5,
6, 7, 10. ഒരു സെറ്റും കൂടെ ചെയ്യാം അല്ലേ? റെഡി? Ready? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Change. 1. ഇപ്പൊ കുറച്ച് ഫ്രീ ആയി അല്ലേ? 2. മെല്ലെ ചെയ്താൽ മതി. 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. റിലാക്സ്. ഇനി എന്ത് ചെയ്യാ? സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? സ്റ്റെപ്പ്, ചെറിയ സ്റ്റെപ്പ്. ആ. അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് ഇരിക്കാനുള്ളതല്ലേ? അതല്ല, നമ്മള് സ്റ്റെപ്പ് കയറി ഇറങ്ങില്ലേ? അങ്ങനത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങില്ലേ? സ്റ്റേഴ്സ്. അതുപോലെ ഒരു സ്റ്റെപ്പെങ്കിലും ഉണ്ടോ അവിടെ അകത്ത്? പടി, വാതിലിന്റെ അവിടെ എവിടെയെങ്കിലും സ്റ്റെപ്പ് ഉണ്ട്. ഉണ്ട്. എന്നാ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകും. സ്റ്റെപ്പ് എവിടെ? സ്റ്റെപ്പാണത്. ഒരു കാര്യം ചെയ്യാം, ആ ബാക്കിൽ ക്യാമറ വെച്ചു. സ്റ്റെപ്പിന്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ സൈഡിൽ വെച്ചു. ആ, ഓക്കെ. ഞാൻ സ്റ്റെപ്പിന്റെ അറ്റത്ത് പോയി നിന്നിട്ട് കാലിന്റെ കാഫ് റൈസസ് അറിയോ? ആ, അതന്നെ. വെരി ഗുഡ്. മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, മെല്ലെ ചെയ്യാട്ടോ, സ്പീഡ് വേണ്ട. 1, ഡൗൺ. ഫുൾ ഡൗൺ ചെയ്യൂ. ഹീല് ഫുൾ ആയിട്ട് ഡൗൺ ചെയ്തിട്ട് പൊക്ക്. 2, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പൊക്ക്. എന്നിട്ട് ഡൗൺ ചെയ്യാ. 3, എന്തിട്ടി? ആ, അപ്പൊ ഇതാണ് ബെസ്റ്റ് വർക്കൗട്ട് കേട്ടോ. ഒരു 10 ചെയ്യാൻ പറ്റുമോ നോക്കൂ. 1, അപ്പ്, ഹോൾഡ് ചെയ്യാ, താഴെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാ. 2, 3, 4, 5, 6, 7, 8, 9,
10. റിലാക്സ്. ഇതൊരു 1.5 ദിവസം ഈ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഞാൻ അത്യാവശ്യം ഇങ്ങനെ കാലിങ്ങനെ ഇതില്ലേ കാലിങ്ങനെ ആ ഓക്കെ. അത് സ്റ്റെപ്പിൽ ചെയ്ത നല്ല എഫക്റ്റ് ആണ്. ഒരു മൂന്നാമത്തെ സെറ്റ് കഴിഞ്ഞിട്ടില്ല. അവിടെ തന്നെ അവിടെ തന്നെ. ഇനി അതിന് വേറെ ഒറ്റക്കാലിൽ നിന്നൊക്കെ ചെയ്യാനുണ്ട്. അവിടെ നിൽക്കുമ്പോ ഞാൻ കൗണ്ട് ചെയ്യണ കേൾക്കുന്നുണ്ടോ? റെഡി. സെയിം തന്നെ ചെയ്യും. ഒന്നുകൂടെ ഒരു സെറ്റ്. 1. അങ്ങനെ ചെയ്യാനാ? അതെ. 1 down, 2 down, 3 down, 4 up, down, 5 down, 6 down, 7 down, 8 9 10. ഇനി ഇതന്നെ ഒറ്റക്കാലിൽ നിന്ന് ചെയ്യണം കേട്ടോ. ഇതന്നെ ഒറ്റക്കാലിൽ നിൽക്കണം. അപ്പൊ മറ്റേ കാല് ഇതിപ്പോ കാണിച്ചുതരാം. ഇങ്ങനെ നിക്കണില്ലേ? മറ്റേ കാല് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ലിഫ്റ്റ് ചെയ്യാം. വെയിറ്റ് ട്രെയിനിങ്. റെഡി. അപ്പ്. 1 ഫുള്ളായിട്ട് ഡൗൺ ചെയ്യുക. വീഴരുതേ. 2 down, 3 down, 4 down, 5 down, 6 down, 7 down, 8 down, 9 down, 10 down. വെരി ഗുഡ്. ഇതൊക്കെ ഉണ്ടല്ലോ 100 ചെയ്തിട്ടേ എങ്ങനെ തൊടാൻ പാടുള്ളൂ. അയ്യോ വയ്യാന്ന്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ചേഞ്ച് വരും കേട്ടോ. 10 ചെയ്യുമ്പോഴേക്കും നമ്മൾ ആയില്ലേ? ഇത് 100ലേക്ക് എത്തിക്കണം. നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാ പറയാ. കാഫ് മസിൽസ് അത്രയ്ക്കും ഇതിന്റെ പറഞ്ഞു ഇന്നലെ ഡോക്ടർ അതിൽ പറഞ്ഞു കേട്ട് ഇതുകൊണ്ട് നമുക്ക് വെരിക്കോസിന്റെ ചെറുങ്ങനെ പ്രശ്നമുണ്ട്, അത് മാറി കിട്ടും, കാലിന്റെ സ്ട്രെങ്ത് കൂടി കിട്ടും. അപ്പൊ ഒക്കെ എനിക്ക് മാമിനെ ഓർമ്മ വന്നേ. ഡോക്ടർ പറയുന്നത് ഡോക്ടറോട് പറയണ്ടേ? സാറാത് പറഞ്ഞത് തീർത്തു. വീഡിയോ ഉണ്ട്. മാമിനെ എല്ലാവർക്കും പറഞ്ഞൊക്കെ അയച്ചിട്ട് ഇട്ടേക്കും. നീ ഇടതുകാല്. ഇനിയിപ്പോ റൂമിലേക്ക് പോവാ. ഇടതുകാല് ഇനി ഇടതുകാലിനെ പറ്റി ചെയ്യണം. മുകളിൽ കയറ്റി വെക്കാം. 1 up, down, 2 down, 3 up and down, 4 down, 5 down, 6 down, 7 down, 8
down, 9, down, 10. Very good. ഓക്കെ, ഇനി ഒരു വർക്കൗട്ടും കൂടി ഉള്ളൂ കേട്ടോ. ഏത് സ്റ്റെപ്പും വന്നോ? ഒരു വർക്കൗട്ടും കൂടി, സ്റ്റെപ്പ് എന്നല്ല, അല്ലാത്ത റൂമെന്ന് അല്ലാതെ ജസ്റ്റ് ചെറിയൊരു ഹൈറ്റിൽ കാല് കയറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അത് നമ്മൾ തെറ്റ് ചെയ്യാറില്ലേ? ഇമെയിൽ അയച്ചാ മതിയോ? ആ, അതിന്റെ മുകളില് ഞാൻ വെക്കണത് നോക്കിയോ കേട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ ചെറിയൊരു സപ്പോർട്ട് ചെയ്ത് അപ്പൊ തന്നെ വലിപ്പീനുണ്ട്. ഇത് വീഴരുത് കേട്ടോ. കാല് ഇതിന്റെ മുകളിലേക്ക് കയറ്റി വെക്കും, എന്നിട്ട് ഹിപ്സ് ഇങ്ങനെ റൈസ് ചെയ്യാം. അതും ഇന്നലെ കാണിച്ചു തന്നിക്ക് ആര്? ഡോക്ടർ. ആ, ഇങ്ങനെ വെച്ചിട്ട് ആ. കാല് വെച്ചില്ല മാം. ഇന്നലെ ഒന്ന് ഞാൻ കാണിച്ചില്ലേനോ അങ്ങനെ അഴി കാണിച്ച എങ്ങനെയാന്ന് അറിയാം മാം. പിന്നെ ഇങ്ങനെ മരുന്ന് കിടക്കുക, അത് കാണുന്നുണ്ടോ? ആ, കണ്ട്. ഇങ്ങനെ മരുന്ന് കിടന്ന് കാലിങ്ങനെ വെക്കുക സ്ട്രെയിറ്റ്, നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ. ആ, അത് തന്നെയാണത്. അതിന്റെ ഒരു ചെറിയൊരു അഡ്വാൻസ് വേർഷൻ ആണത്. അങ്ങനെ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതിലൂടെ നിന്നുള്ള വേദനകളിൽ ബാക്കിന് സ്ട്രെങ്ത് കിട്ടും. മാമ ഞാൻ കാണിച്ചു തന്നിനോ അത്. ആ, ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ കാൽമല് ഇതിങ്ങനെ വെക്കാനാ, ആ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഊര ഒന്നിക്കാനാ. അതെ. down, 2. ഇളകുന്നുണ്ടെങ്കിൽ ആ കട്ടിലിന്റെ മുകളിൽ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അവിടുത്തെ ഫാൻ വേണമെങ്കിൽ ഇട്ടോ, ആ ഫാൻ വേണമെങ്കിൽ ഇട്ടോ. 3, അപ്പ്. വെരി ഗുഡ്. down, 4, down, 5, 6, 7, down, 8, down, 9, down, 10. റിലാക്സ്. ഇത് തന്നെ ഒരു 2 സെറ്റും കൂടെ ചെയ്യാം, എന്നിട്ട് മതിയാക്കാം കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? Ready? 1, down, 2, down, 3, up. 5 ആയില്ലേ? 4, 5,
6, 7, 8, 9, 10 പിൻസ് ചെയ്യൂട്ടോ, ഒരു കോൾ എടുത്തോട്ടെ. ഇത് മൂന്നാമത്തെ സെറ്റ് അല്ലേ? ആ അഞ്ച്. എത്രയായി? 7. Come on, 3 more. Last 2. നീങ്ങണ്ട, ചുമരിനോട് ചേർത്ത് വെച്ചാ മതിയായിരുന്നു. Last 1. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സാധനത്തിൽ വെക്കരുത് കേട്ടോ, റിസ്ക് ആണ്. എങ്ങാനും വീണാല് നമുക്ക് ഇഞ്ചുറി ആവും. ഓക്കെ, ഇനി കാല് സ്ട്രെച്ച് ചെയ്യാ, ചെരിഞ്ഞ് കിടന്നിട്ട് കാലിങ്ങനെ വലിച്ചു കൊടുക്കും. സ്ട്രെച്ച്. ആ കാൽമുട്ട് മടങ്ങാതെ സ്ട്രെച്ച് ചെയ്യാൻ നോക്കൂ. 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. വെരി ഗുഡ്. നൗ ചേഞ്ച്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കൂ. സ്ട്രെച്ച് അപ്പ്. കാല് പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അങ്ങനെ മലർന്ന് കിടക്കുക. രണ്ട് കാലും വൈഡാക്കുക. മുകളിലേക്ക് സ്ട്രെച്ച്. ഡൗൺ. ഒരു കാല് മടക്കുക, മറ്റേ കാല് നീട്ടി വെക്കുക. ആൻഡ് ചെസ്റ്റ് അപ്പ്. ചേഞ്ച്, ലെഫ്റ്റ് ലെഗ്, nose to your knee.
എഴുന്നേറ്റിരിക്കും. കാല് രണ്ടും വൈഡ് ആക്കിയിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ലെഗ് ടച്ച് ചെയ്യുക. ചേഞ്ച് ലെഫ്റ്റ് ടു ദ റൈറ്റ്. അല്ലിങ്ങനല്ലേ? ഒന്ന് ട്വിസ്റ്റ് ചെയ്യൂ. ലുക്ക് ബാക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Change. Other side. ഓക്കെ, കൈയിനെ ഇന്റർലോക്ക് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യാം മുകളിലേക്ക്. Done. Thank you. ഈ വർക്കൗട്ടിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ സേവ് ആക്കിയിട്ട് എന്നിട്ട് ഒരു 1 ദിവസങ്ങള് ഈ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസം ചെയ്തിട്ട് ഇത് ചെയ്ത് കുറെ നമ്പേഴ്സ് ചെയ്യാനാവുമ്പോ വീണ്ടും അടുത്ത വർക്കൗട്ട് ഇടയ്ക്ക് വെച്ച് ആഡ് ചെയ്താൽ മതി. ഇതേപോലെ